വെൽക്കം ടു കീ മാത്തമാറ്റിക്സ് 2022 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 14. ക്വസ്റ്റ്യൻ നമ്പർ 56. ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ടച്ചിങ് ദ എക്സ് ആക്സിസ് അറ്റ് 50 ആൻഡ് ദ ലൈൻ y ഈസ് ഈക്വൽ ടു 10 ഈസ്. ഇപ്പോൾ നമ്മുടെ സർക്കിൾ 50 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു. 50 കടന്നു പോകുന്നു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? y ഈസ് ഈക്വൽ ടു 10 എന്ന ലൈനിനെ ടച്ച് ചെയ്യുന്നു. എക്സ് ആക്സിസ് y ഈസ് ഈക്വൽ ടു 10. അപ്പോൾ y ഈസ് ഈക്വൽ ടു 10 എന്ന ലൈൻ, y ഈസ് ഈക്വൽ ടു 10, അതായത് 10 കടന്നു പോകുന്ന ലൈൻ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇവിടെ ഈ പോയിൻ്റ് എക്സ് ആക്സിസിൽ y വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് 50 ആണ്. പിന്നെ ഈ ലൈൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10, y ഈസ് ഈക്വൽ ടു 10 എന്ന ലൈൻ, അവിടെ നമുക്ക് ഇതിൻ്റെ എസ് കോർഡിനേറ്റ് എന്തോ ഈ ഡിസ്റ്റൻസ്, ഈ എസ് കോർഡിനേറ്റ് 5ഉം y കോർഡിനേറ്റ് 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ പോയിൻ്റ് 5, 10 ആണ്. ഇനി ഈ സെൻറ്റർ എന്ത് വരും? സെൻറ്റർ എന്ന് പറയുന്നത് എസ് കോർഡിനേറ്റ് 5, ഈ ടോട്ടൽ 10ൻ്റെ പകുതിയായ 5 ആണ് സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ, എച്ച് എന്ന് പറയുന്ന HK എന്ന് പറയുന്ന സെൻറ്റർ ആണെങ്കിൽ പ്ലസ് y മൈനസ് കെ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ ആർ സ്ക്വയർ. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ 10 ആകുമ്പോൾ റേഡിയസ് 5 വരും. സെൻറ്റർ എച്ചും കെയും ആണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ സെൻറ്റർ 5 ആണ്. എച്ചിൻ്റെ സ്ഥാനത്തും 5, കെയുടെ സ്ഥാനത്തും 5, റേഡിയസും 5 ആണ്. ആർ സ്ക്വയർ എന്നുള്ള 5 സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ഓൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab വെച്ച് എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് മൈനസ് 10x പ്ലസ് y സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു y, അതായത് മൈനസ് 10y ഇസ് ഈക്വൽ ടു 25. എ സ്ക്വയർ പ്ലസ് y സ്ക്വയർ, പിന്നെ മൈനസ് 10x മൈനസ് 10y, പിന്നെ എല്ലാ ബാക്കി 5 സ്ക്വയർ, 2 5 സ്ക്വയർ ലെഫ്റ്റിലുണ്ട്, അതായത് 25 പ്ലസ് 25 50, റൈറ്റിലെ 25 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് 25 ആകും. അപ്പോൾ അത് എല്ലാം കൂടെ പ്ലസ് 25 വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. Question number 58. If the line 2x minus 3y plus c is equal to 0 passes through the focus of the parabola s square is equal to minus 8y, then the value of c is equal to. Number 57 ആണ്, 58 അല്ല. അപ്പോൾ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4ay രൂപത്തിലുള്ള പരാബോളയാണ്. അതിൻ്റെ ഫോക്കസ് 0 മൈനസ് എ ആണ്. അപ്പോൾ ഇക്വേറ്റ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4ay വിത്ത് ദ ഗിവൺ പരാബോള എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 8y. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 4യുടെ സ്ഥാനത്ത് മൈനസ് 8 ആണ് വന്നിരിക്കുന്നത്. എയുടെ വാല്യൂ 2 എന്ന് വരുന്നു. ഫോക്കസ് 0 മൈനസ് എ, അതായത് 0 മൈനസ് 2 വരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2x മൈനസ് 3y പ്ലസ് സി എന്ന് പറയുന്ന ലൈൻ പാസസ് ത്രൂ 0 മൈനസ് 2. അപ്പോൾ നമ്മൾ എക്സിന് പകരം 0യും വൈക്ക് പകരം മൈനസ് 2 ഇട്ട് കൊടുക്കുന്നു. ആൻസർ നമുക്ക് സിയുടെ വാല്യൂ മൈനസ് 6 എന്ന് വരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 58. If the radius of the circle s square plus y square plus ax plus by plus 3 is equal to 0 is 2, then the point AB lies on the circle. അതായത് സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2 ആണെന്ന്. എ ബി എന്ന പോയിൻ്റ് ഏത് സർക്കിളിലാണ് കിടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0യെ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fi പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 2gയുടെ വാല്യൂ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 2g, 2gയുടെ വാല്യൂ എ ആകുമ്പോൾ ജിയുടെ വാല്യൂ a/2, 2fൻ്റെ വാല്യൂ ബി ആയതുകൊണ്ട് എഫിൻ്റെ വാല്യൂ b/2. ഇനി സിയുടെ വാല്യൂ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ax പ്ലസ് by പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യൻ 3. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് 3 എന്നും കിട്ടുന്നു. അപ്പോൾ നമ്മുടെ റേഡിയസ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ്. അപ്പോൾ അവിടെ ആറിന് വരാൻ 2 കൊടുക്കുന്നു, ജിക്ക് വരെ a/2 ഓൾ സ്ക്വയർ b/2 ഓൾ സ്ക്വയർ എഫിന് വരെ എഫ് സ്ക്വയറിന് വരാൻ മൈനസ് 3. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ 4 ഈസ് ഈക്വൽ ടു റൂട്ട് മാറുന്നു. a/2 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ബൈ 4, b/2 ഓൾ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4 മൈനസ് 3. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ ബൈ 4 ഇസ് ഈക്വൽ ടു മൈനസ് 3. റൈറ്റിലേക്ക് പോകുമ്പോൾ 4 പ്ലസ് 3 7 ആകുന്നു. 7 ഇൻറ്റു 4 28. അപ്പോൾ അവിടെ എക്ക് വരെ എക്സ് എന്നും ബിക്ക് പകരം വൈ എന്നും കൊടുക്കാമെങ്കിൽ അതിൻ്റെ ലോക്കസ് കിട്ടും. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 28.
അപ്പോൾ ആൻസർ ഓപ്ഷൻ x square plus y square is equal to 28. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 59. The center of the ellipse x square plus 7y square minus 14x plus 28y plus 49 is equal to 0 is. എച്ചിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 വേർ എച്ച് കെ ഈസ് ദ സെൻറ്റർ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് 7y സ്ക്വയർ മൈനസ് 14x പ്ലസ് 28y പ്ലസ് 49 ഈക്വൽ ടു 0 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ എക്സിൻ്റെ ടേംസ് എടുത്തിട്ട് എഴുതാം. എസ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 7y സ്ക്വയർ പ്ലസ് 28y പ്ലസ് 49 ഈസ് ഈക്വൽ ടു 0. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -14, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 7. ആ 7ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. 7ൻ്റെ സ്ക്വയർ കാരണം പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനായിട്ട് 7ൻ്റെ സ്ക്വയറായ 49 ആഡ് ചെയ്യുന്നു. എസ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49. അപ്പോൾ പ്ലസ് 49 ആഡ് ചെയ്തതിന് പകരം ക്യാൻസൽ ആക്കാനായിട്ട് -49 ആഡ് ചെയ്യുന്നു. 49 കഴിഞ്ഞ് ലാസ്റ്റ് -49 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 7 ഔട്ട് സൈഡിൽ എടുക്കാം. 7 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 4y എന്ന് കിട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, ആദ്യത്തേത് പെർഫെക്റ്റ് സ്ക്വയറായി മാറി എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ ആണ്. കാരണം എസ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49. ഇനി രണ്ടാമത്തേതിൽ 7 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 4y, അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് വൈയുടെ കോഎഫിഷ്യൻ്റായ 4ൻ്റെ പകുതി എന്ന് പറയുന്നത് 2 ആണ്. 2വിൻ്റെ സ്ക്വയറായ +4 ആഡ് ചെയ്തു. +4 ആഡ് ചെയ്യുമ്പോൾ ഫലത്തിൽ പുറത്തുള്ള 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 4 പ്ലസ് 28 ആണ് ആഡ് ചെയ്തത്. അത് ക്യാൻസൽ ആക്കാനായിട്ട് -28 നമ്മൾ ആഡ് ചെയ്യുന്നു ഈക്വൽ ടു 0. ഇവിടെ 49ഉം -49ഉം ക്യാൻസലായിപ്പോയി. ഇനി ഇത് എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു വൈ പ്ലസ് 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു 28. ഇനി 28 കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ ബൈ 28 പ്ലസ് 7 ഇൻറ്റു വൈ പ്ലസ് 2 ഓൾ സ്ക്വയർ ബൈ 28 ഈസ് ഈക്വൽ ടു 28 ബൈ 28 1 എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ വീണ്ടും 7ഉം 28ഉം വെട്ടി 7 ബൈ 4 എന്ന് വരും. 7 കൊണ്ട് 28 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് ഡിനോമിനേറ്ററിൽ കിട്ടുന്നു. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന ഫോമിൽ വന്നു. ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് 7ഉം കെയുടെ സ്ഥാനത്ത് -2 ആണ് വരുന്നത്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് 7 -2 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്.